Hi students, welcome to your new class. In the class നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതിൽ കോസ്റ്റ് തന്നിട്ട് റവന്യൂ കണ്ടുപിടിക്കാനും പ്രോഫിറ്റ് കണ്ടുപിടിക്കാനൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ കാണാറുണ്ട്. അപ്പോൾ റവന്യൂ ഫംഗ്ഷൻ എന്ന് പറയുന്നത് യൂണിറ്റ് പ്രൈസ് ഇൻറ്റു എക്സ് ആണ്. ഒരു യൂണിറ്റിന് എത്ര രൂപയാണോ പ്രൈസ് അത് ഇൻറ്റു എക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ റവന്യൂ ഫംഗ്ഷൻ കിട്ടുന്നത്. കോസ്റ്റ് ഫംഗ്ഷൻ ആണെങ്കിലോ വേരിയബിൾ കോസ്റ്റ് കൊണ്ട് നമ്മുടെ എക്സ് എന്നുള്ള വേരിയബിളിന് ഇൻറ്റു ചെയ്യുക പ്ലസ് ഫിക്സഡ് കോസ്റ്റ് വരുമ്പോഴാണ് കോസ്റ്റ് ഫംഗ്ഷൻ വരുന്നത്. പ്രോഫിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ റവന്യൂ ഫംഗ്ഷൻ മൈനസ് കോസ്റ്റ് ഫംഗ്ഷൻ ആണ് വരിക. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ അതിൽ കോമൺ ടൈപ്പ് ഈ കോസ്റ്റും റവന്യൂ പ്രോഫിറ്റൊക്കെ ഉൾപ്പെടുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം വരുന്നുണ്ട്. അതായത് ബ്രേക്ക് ഈവൺ പോയിന്റ് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പ്രോഫിറ്റോ അല്ലെങ്കിൽ കോസ്റ്റോ ഒന്നും അവിടെ ഉണ്ടാവുന്നില്ല. ലോസും പ്രോഫിറ്റും ഉണ്ടാവാത്തൊരവസ്ഥയാണ് നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയുന്ന ബ്രേക്ക് ഈവൺ പോയിന്റ്. അവിടെ എപ്പോഴും കോസ്റ്റ് എന്ന് പറയുന്നതായിരിക്കും റവന്യൂവിന് ഈക്വൽ ആയിരിക്കും. കാരണം അങ്ങനെ ഈക്വൽ ആകുമ്പോൾ പ്രത്യേകിച്ച് ലാഭമെന്നോ നഷ്ടമെന്നോ നമുക്ക് അവിടെ പറയാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇഫ് ദ ടോട്ടൽ കോസ്റ്റ് ആർ 500 plus 90x, ടോട്ടൽ റവന്യൂസ് ആർ റുപ്പീസ് 150 മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഫൈൻഡ് ദ ബ്രേക്ക് ഈവൺ പോയിന്റ്. നമുക്കിവിടെ കോസ്റ്റും റവന്യൂ തന്നിട്ടുണ്ട്. നമ്മളോട് ബ്രേക്ക് ഈവൺ പോയിന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബ്രേക്ക് ഈവൺ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. എപ്പോഴും റവന്യൂ വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ചിലവിന് തുല്യമായി നിൽക്കുക. അതിനാണ് ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ട് എഴുതുക. 150x മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു, അതായത് റവന്യൂ ഈക്വൽ ടു എന്താണ്? കോസ്റ്റ് എന്ന് എഴുതുക. കോസ്റ്റ് പറയുമ്പം 500 പ്ലസ് 90x വരും. ഇനി ഇപ്പം നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ എഴുതിയതിന് കറക്റ്റായിട്ടൊരു ഇക്വേഷൻ മോഡലിലേക്ക് കൊണ്ടുവരുമ്പം ആദ്യം വരുന്നത് എന്താണ്? എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായി? അത് വെറും എക്സ് സ്ക്വയർ, മൈനസ് ഒന്നുമില്ല, പോസിറ്റീവായിട്ടുള്ള എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ മൈനസ് 60x പറഞ്ഞാൽ 150x ഉണ്ട് 90x ഉണ്ട്. അപ്പോൾ അതിന് സമത്തിൻ്റെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ 150ന്ന് 90 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 60x എന്ന് കിട്ടും. പിന്നുള്ളത് ഈ ഒരു 500 മാത്രമാണ്. അപ്പോൾ ആ 500 അങ്ങനെ എഴുതി ഈക്വൽ ടു 0. ഇപ്പോഴാണ് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോർമാറ്റിലേക്ക് ഇത് വന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എക്സിന് എന്തൊക്കെ വാല്യൂസ് വരാം? ഇതിന് കോമൺ ആയിട്ട് വരുന്നത് ഒന്ന്, നമ്മൾ പറഞ്ഞ പോലെ 2 ഫാക്ടേഴ്സ് ആണ്. ഏതോ 2 സംഖ്യകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലെസ് ചെയ്യുമ്പോൾ ഇത് കിട്ടണം അല്ലേ? അപ്പോൾ 50 × 10 ആണെന്നുള്ളത് നമുക്കറിയാം 500. അപ്പോൾ ഒരു എക്സിൻ്റെ ഒരു വാല്യൂ 50 ആവാം, മറ്റേ വാല്യൂ 10 ആവാം. അതേപോലെ 50ഉം 10ഉം -50 പ്ലസ് -10 വരുമ്പോൾ -60 ആവാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. എക്സ് 50ഓ 10ഓ ആവാം എന്നുള്ളത്. ഇനി ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ വേണ്ടുള്ളൂ. കാരണം 500 പ്ലസ് 90x എന്നാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്കറിയാലോ 50ഉം 10ഉം. ആ 2 വാല്യൂ വെച്ച് ചെയ്താൽ മതി. 500 പ്ലസ് 90 × 50 ചെയ്യുമ്പോൾ 5000ഉം 500 പ്ലസ് 90 × 10 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ 1400 ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറയുന്നത് 50 നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ എക്സിൻ്റെ വില 50 കൊടുത്തപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് എത്രയായിരുന്നു? റവന്യൂ എന്ന് പറയുന്നത് 5000 ആയിരുന്നു. എക്സിന് നമ്മൾ 10 എന്ന് കൊടുത്തപ്പോൾ വന്നത് 1400 ആയിരുന്നു. ഓക്കെ, കോസ്റ്റും റവന്യൂ. അപ്പോൾ ഇങ്ങനെയാണിത് ബ്രേക്ക് ഈവൺ പോയിന്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ പ്രോഫിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. പ്രോഫിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ മൈനസ് കോസ്റ്റ് ആണ്. വരുമാനത്തിൽ നിന്ന് നമ്മുടെ ചെലവ് കിഴിച്ചാൽ ബാക്കി വരുന്നതാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ആ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. വാട്ട് ലെവൽ പ്രൊഡക്ഷൻ മാക്സിമൈസ് ദ പ്രോഫിറ്റ്. അപ്പോൾ ഏത് രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്താലാണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുക, അതേപോലെ എത്ര പ്രോഫിറ്റാണ് മാക്സിമം കിട്ടുക എന്നുള്ളതും കൂടി ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റവന്യൂവിൽ നിന്ന് കോസ്റ്റ് മൈനസ് ചെയ്യുക എന്ന് പറയുമ്പോൾ റവന്യൂ എത്രയാണ്? 150x മൈനസ് എക്സ് സ്ക്വയർ ആയിരുന്നു. മൈനസ് കോസ്റ്റ് എന്തായിരുന്നു? 500 പ്ലസ് 90x ആയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കൂ, ഇക്വേഷൻ ആക്കി മാറ്റാം. 150x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 500 മൈനസ് 90x. ഇനി ഇതിനൊരു ക്വാഡ്രാറ്റിക് ഫോർമുലേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ എങ്ങനെയായിരുന്നു? ആദ്യം എക്സ് സ്ക്വയർ, അപ്പോൾ അങ്ങോട്ട് എടുത്തെഴുതുമ്പം മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 60, നേരത്തെ ചെയ്ത പോലെ തന്നെ 150ന്ന് 90 ലെസ് ചെയ്തിട്ട് നമുക്ക് പ്ലസ് 60x കിട്ടി. പിന്നെ -500 ഈക്വൽ ടു 0 പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ അതിൻ്റെ
മെയിനായിട്ട് അറ്റ് വേർട്ടെക്സ് ഫംഗ്ഷൻ റീച്ചസ് മാക്സിമം പോയിന്റ്. ഏതിലാണ് ആ മാക്സിമം പോയിന്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ വേർട്ടെക്സ് കാണുക പറയുമ്പോൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ -b/2a എന്നുള്ളതാണ് വേർട്ടെക്സിൽ. അപ്പോൾ -b/2a എന്ന് പറയുമ്പോൾ ഇവിടെ ബിയുടെ വാല്യൂ എത്രയാണ്, -60 എന്ന് എഴുതുക. പോസിറ്റീവ് ആണെങ്കിലും -b ആയതുകൊണ്ട് -60 എന്ന് കൊടുക്കാം. /2a 2 ഇൻറ്റു എ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, -1 ആണ്. ഓക്കെ, ഈ എക്സിന് വാല്യൂ ഇല്ലല്ലോ, അപ്പോൾ അത് 1 ആയിട്ട് അസ്യൂം ചെയ്യുമ്പോൾ -1 ആണ്. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് 60/2 ചെയ്യുമ്പോൾ എത്ര വരും, 30 ആണ് കിട്ടുന്നത്. അപ്പോൾ 30 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. എത്രയാണ് നമുക്ക് മാക്സിമം കിട്ടാവുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. -30² പ്ലസ് 60 ഇൻറ്റു, അതായത് ഈ ഒരു ഇക്വേഷനിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. -30² എക്സിൻ്റെ വില 30 ആണെന്ന് പറഞ്ഞു. -30² പ്ലസ് 60 ഇൻറ്റു എക്സ് എത്രയാണ്, 30 -500. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് 6 ഇൻറ്റു 3 180 500 മൈനസ് ചെയ്യുക. 30 900 ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് 2200 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന 30 ഇൻറ്റു 30 ചെയ്യുക. പിന്നെ ഇവിടെ ചെയ്യേണ്ടത് 180 -500 അത് എത്രയെന്ന് നോക്കിയിട്ട് അതിൻ്റെ ചിഹ്നത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ടും കൂടി കൂട്ടുന്ന സമയത്ത് കിട്ടുന്ന ആൻസറാണ് 2200 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടാവുന്ന മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 2200 ആണ്. അതേപോലെ തന്നെ ഡിമാൻഡ് ആൻഡ് സപ്ലൈനൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്താണെങ്കിലും ഈ ഒരു ഫംഗ്ഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതേപോലെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന കോസ്റ്റ് ഇത്രയാണ്, റവന്യൂ ഇത്രയാണ്, ബ്രേക്ക് ഈവൻ പോയിന്റ് കാണണം, മാക്സിമം പ്രോഫിറ്റ് കാണണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ബ്രേക്ക് ഈവൻ പോയിന്റ് കാണുമ്പോൾ രണ്ടും ഈക്വലാന്ന് പറഞ്ഞു, കോസ്റ്റും റവന്യൂ. സെയിം നമ്മളിപ്പോൾ ചെയ്ത അതേപോലെ രണ്ടും ഈക്വലായിട്ട് എഴുതി. അതിന് ശേഷം നമ്മൾ x² കൂടെ ആദ്യം എടുത്തു, പിന്നെ ഈ ഡിഫറൻസ് എടുത്തു. അപ്പോൾ 100 ആണ് ഡിഫറൻസ് വരുന്നത്, 1600. അതേപോലെ തന്നെ ഈ ഒരു എമൗണ്ട് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 100x ആണ്, പ്ലസ് 1200 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ 1600 വരണം, ആഡോ ലെസ്സോ ചെയ്യുമ്പോൾ 100 വരണം. അപ്പോൾ 20 ഇൻറ്റു 80 ആണ് 1600. അപ്പോൾ 20ഉം 80ഉം കൂട്ടുമ്പോൾ 100ഉം വരുന്നുണ്ട്. അപ്പോൾ എക്സിന് ഏതൊക്കെ വിലയാവാം, 20ഉം ആവാം 80ഉം ആവാം. അപ്പോൾ ആ രണ്ട് വില വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം. 1600 പ്ലസ് 1500 ഇവിടെ ഓൾറെഡി ഉള്ളത് ഇൻറ്റു എക്സിൻ്റെ വില നമ്മൾ 20 ആണെങ്കിൽ ആ വില ഇട്ടിട്ട് നമ്മളവിടെ ചെയ്യുന്നു. ഈക്വൽ ടു എത്ര വരും, 31,600 വരും. അതേപോലെ 80 ആണ് എക്സിൻ്റെ വില കൊടുക്കുന്നതെങ്കിൽ ഇവിടെ എന്താണ്, ആ 80 ആക്കിയിട്ട് എഴുതുക. അപ്പോൾ സാധാരണ പോലെ അത് ചെയ്യുന്ന സമയത്ത് ഇവിടെ എത്രയാണ് വരുന്നത്. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് 20 എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 31,600, 80 എടുത്തപ്പോൾ കിട്ടിയ ആൻസർ 1,21,600 ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നോർമലി ഒരു പ്രോബ്ലം നമുക്ക് ചോദിക്കുകയാണെങ്കിൽ, ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുകയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയ 2-3 കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മെയിനായിട്ട് കോസ്റ്റ്, റവന്യൂ, ബ്രേക്ക് ഈവൺ, മാക്സിമം പ്രോഫിറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് മാറ്റിയിട്ട് അതിന് എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഏതാണെന്ന് നമ്മൾ നോക്കുക. കാരണം ഈ എക്സിൻ്റെ വാല്യൂ കൊടുക്കുന്നത് ലാസ്റ്റ് വരുമ്പോൾ ഇൻറ്റു ചെയ്യും വേണം. ഇവിടെ വരുമ്പോൾ പ്ലസ്സോ മൈനസോ ചെയ്യാൻ കൂടി പാകത്തിലുള്ള രണ്ട് വിലകളായിരിക്കണം നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടിയിട്ട് ഈസി ആയിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ബിസിനസ്സിലേക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ക്ലാസ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ തരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്